ആ മൂന്ന് വിധികൾ വീണ്ടും എത്തുന്നു. അതെ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ കാലത്തെയും വലിയ വിസ്മയങ്ങളിലൊന്നായ 3 ഇഡിയറ്റ്സ് വീണ്ടും വെള്ളിത്തിരയിലേക്ക് വരികയാണ്. റാഞ്ചോയും ഫറാനും രാജുവും ഒക്കെ വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്ത ആമിർ ഖാൻ തന്നെയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചിത്രത്തിന് രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ സിനിമാ ലോകം തന്നെ വലിയ ആവേശത്തിലാണ്. സോന ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. സോന, എന്തായാലും 3 ഇഡിയറ്റ്സ് നമുക്കറിയാം, നമുക്കൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു സിനിമയാണ്. അത്രമാത്രം വലിയ ഹിറ്റായിരുന്നു. സൂപ്പർ ഹിറ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഓരോ മനുഷ്യരെയും തൊടുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു. ചേതൻ ഭഗത്തിന്റെ നോവലാണ് പിന്നീട് സിനിമയായി മാറുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ എത്രമാത്രം ആസ്വാദികരമായിരുന്നു. ആമിർ ഖാന്റെ കരിയറിലെ തന്നെ ഒരു മാസ്റ്റർ പീസ് എന്ന് പറയാൻ സാധിക്കുന്ന സിനിമ കൂടിയാണ് ഈ 3 ഇഡിയറ്റ്സ്. അതിനാണ് ഇപ്പോൾ രണ്ടാം ഭാഗം വരുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നൽകാം. തീർച്ചയായും സ്വാതി, 2009 ഇറങ്ങിയ ബോളിവുഡ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രം 3 ഇഡിയറ്റ്സിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്നുള്ളൊരു സന്തോഷകരമായ വാർത്ത ആമിർ ഖാൻ തന്നെയാണ് ഒരു സ്വകാര്യ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അതിന്റെ സംവിധായകനായ രാജ്കുമാർ ഹിരാനി അതിന്റെ രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥയുടെ അവസാന പണിപ്പുരയിലാണെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം, ആമിർ ഖാനും മാധവനും ഷർമാൻ ജോഷിയും ഈ മൂവർ സംഘം ആറാടിയ ഒരു ചിത്രമായിരുന്നു 3 ഇഡിയറ്റ്സ് 2009 ഇറങ്ങിയത്. അന്നത്തെ യുവാക്കളുടെ ഇടയിലൊക്കെ വലിയ രീതിയിൽ തരംഗമായൊരു ചിത്രം. നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ഒത്തിരി ഇമോഷണൽ രംഗങ്ങളിലൂടെയൊക്കെ കടന്നു കൊണ്ടുപോയൊരു ചിത്രമാണ്. പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ കഥ പറയുന്ന ഒരു ചിത്രം. അവരുടെ പ്രണയം, ഹോസ്റ്റൽ ജീവിതം, അങ്ങനെ അവരുടെ കരിയർ, അങ്ങനെ ഒത്തിരി നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുകയും ഒത്തിരി നമ്മളെ എന്താ പറയുക ഒത്തിരി പ്രേക്ഷക പ്രീതി നേടിയ ഒരു ചിത്രമായിരുന്നു. പ്രത്യേകിച്ചും അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടക്കം വിമർശിച്ചുകൊണ്ടുള്ളൊരു ചിത്രമായിരുന്നു അത്. എന്തായാലും അത് അന്ന് 55 കോടി ബജറ്റിൽ നിർമ്മിച്ചൊരു ചിത്രം ആഗോളതലത്തിൽ തന്നെ 400 കോടിയിലധികം ബഡ്ജറ്റായിരുന്നു. 400 കോടിയിലധികം കളക്ഷനാണ് ആ ചിത്രത്തിന് നേടിയത്. ആ പടം ഇറങ്ങുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം 2008 ഗജനിയിലൂടെ ആമിർ ഖാൻ തന്നെ ബോളിവുഡിലെ ആദ്യ 100 കോടി ക്ലബിൽ ഇടം നേടുകയുണ്ടായി ഗജനി ചിത്രത്തിലൂടെ. തൊട്ട് പിന്നെ അടുത്ത വർഷം 2009 ഈ 3 ഇഡിയറ്റ്സിലൂടെ റെക്കോർഡുകളെല്ലാം ഭേദിച്ചുകൊണ്ട് 400 കോടി ക്ലബിൽ ആണ് ആഗോളതലത്തിൽ ചിത്രത്തെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ രണ്ടാം ഭാഗം വരുമെന്നുള്ളൊരു സന്തോഷകരമായ വാർത്ത പങ്കുവയ്ക്കുകയാണ്. ഇതേ 3 കൂട്ടുകാരുടെ തന്നെ 10 വർഷത്തിന് ശേഷമുള്ള കഥയായിരിക്കും ഈ രണ്ടാം ഭാഗത്തിൽ എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മൂവർ സംഘം തന്നെ ആയിരിക്കുമോ ഈ രണ്ടാം ഭാഗത്തിൽ എന്ന കാര്യത്തിലൊക്കെ ഔദ്യോഗിക പ്രഖ്യാപനം എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും കരീന കപൂർ അടക്കമുള്ള ഈ സംഘം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊക്കെ വരും ദിവസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി സോന, അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് 3 ഇഡിയറ്റ്സിന്റെ രണ്ടാം ഭാഗത്തിനായി. ഇനി മറ്റ് ചില